നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 260ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനും ജേർണലിസ്റ്റും അതിനുപരി പ്രൊഡക്ഷൻ എഡിറ്ററുമൊക്കെ ആയിരുന്ന ശ്രീ CP രവീന്ദ്രനെ കുറിച്ചിട്ടാണ്. 1989 മുതൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ സാഹിത്യ സബരിയെക്കുറിച്ചും എൻ്റെ എഴുത്തുകളെക്കുറിച്ചും എൻ്റെ ശ്രദ്ധപ്പെടുത്തിയ പുസ്തകങ്ങളെക്കുറിച്ചുമെല്ലാം ഡെൽ ടൈംസിൽ ബുക്സ് റിവ്യൂവും അതുപോലെ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത ഒരു ടെലിഫിലിമിൻ്റെ വിശദാംശങ്ങളും പിന്നെ ഞാനിട്ട അവിടെ അത്തപ്പൂക്കളത്തിന് തന്നെ ഒരു പക്ഷേ തുടക്കമിട്ട വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു മുന്നങ്ങും അവിടെ കണ്ടിട്ടില്ല. ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിലാണ് ആദ്യമായിട്ട് അതിനൊരു തുടക്കം കുറിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം നിരവധി സ്ഥലങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് പൂക്കളവും മറ്റും ഉണ്ടാവുക പതിവായി. അതേക്കുറിച്ചുമെല്ലാം വളരെ വിശദമായ റിപ്പോർട്ടുകൾ അദ്ദേഹം ഡെൽ ടൈംസിലും മറ്റും കൊടുക്കുകയുണ്ടായി. ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇതെല്ലാം 10 പേരെ അറിയിക്കുക എന്നതാണ്. അത് ഒരു വളർച്ചയുടെ ഉന്നതിയിലേക്കുള്ള ഒരു രീതിയാണ്. അപ്പോൾ ശരവൺ മഹേശ്വർ എന്ന എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്ത് രീതികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. 2004 ഞാൻ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്നത്. 15 വർഷക്കാലം, അതിനിടയിൽ നിരവധി അനുഭവങ്ങൾ. ഏകദേശം 21 വർഷത്തോളമാകുന്നു ശ്രീ CP രവീന്ദ്രനെ നേരിൽ കണ്ടിട്ട്. അദ്ദേഹത്തെ ഞാൻ ചേട്ടാ എന്നാണ് പണ്ട് മുതൽ വിളിക്കുന്നത്. സ്നേഹസമ്പന്നനായ ആ വ്യക്തിയെക്കുറിച്ചിട്ടാണ് 260ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള എപ്പിസോഡ് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്.